إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء فاتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى آله وأصحابه وعلى من اتبعهم بإحسان إلى يوم الدين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സത്യവിശ്വാസികളെ ഈ ലോകത്തിന് ഒരു അവസാനമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നിശ്ചയിച്ചിട്ടുള്ളതാണ്. ആകാശങ്ങൾ പൊട്ടിത്തകരപ്പെടുന്ന, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുന്ന, ഭൂമി വിണ്ടുകീറുന്ന, പർവ്വതങ്ങൾ പൊട്ടിത്തകർന്ന് ധൂളികളായി മാറുന്ന, സമുദ്രങ്ങൾ ആളിക്കത്തുന്ന ഒരു ദിവസം ഈ ലോകത്തിന് സംഭവിക്കാനുണ്ട്. അത് വളരെ അടുത്ത് തന്നെ ഉണ്ടാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിലൂടെ നമ്മെ അറിയിച്ചു. അത് വിദൂരമല്ല. മനുഷ്യൻ കരുതുന്നത് പോലെ അതൊരുപാട് കാലങ്ങൾക്ക് ശേഷം വിദൂരമായിട്ടാണെന്ന് ചിന്തിക്കുന്നത് പോലെയല്ല എന്ന് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തി. അല്ലാഹു തആല പറഞ്ഞു, യസ്അലുകന്നാസു അനിസ്സാഅ. നബിയെ, താങ്കളോട് അതാ ജനങ്ങൾ അന്ത്യനാളിനെ കുറിച്ച് ചോദിക്കുന്നു. ഖുൽ, നബിയെ താങ്കൾ പറയുക, ഇന്നമാ ഇൽമുഹാ ഇൻദല്ലാഹ്, അതിനെക്കുറിച്ചുള്ള അറിവ് അല്ലാഹുവിന്റെ അടുക്കലാണ്. വമാ യുദ്രീക് ലഅല്ല അസ്സാഅത തകൂനു ഖരീബാ, നിനക്കെന്തറിയാം, അന്ത്യനാൾ എന്നുള്ളത് വളരെ പെട്ടെന്ന് തന്നെ സംഭവിച്ചേക്കാം, അടുത്ത് തന്നെ സംഭവിക്കാം എന്ന് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തി. സഹോദരങ്ങളെ, വളരെ ഗൗരവമുള്ള കാര്യമായതുകൊണ്ട് തന്നെ ഈ ലോകത്തിന്റെ ഒരു അവസാനവും മനുഷ്യരെല്ലാം മരണപ്പെട്ടതിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതും ഈ ഭൂമിയും ആകാശവും ഈ കോലത്തിലല്ലാതെ മാറ്റിപ്പെടുകയും അവ ഏകനും സർവാധികനുമായ അള്ളാഹുവിന്റെ അടുക്കൽ വിചാരണയ്ക്ക് വേണ്ടി നിർത്തപ്പെടുന്നതുമായിട്ടുള്ള ആ ദിവസം അത് ഭയാനകമാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു ദിവസത്തേക്കുള്ള അടയാളങ്ങൾ തന്റെ ഉമ്മത്തിനെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ആ ദിവസം സംഭവിക്കുന്നതിനുള്ള അടയാളങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അല്ലാഹു തആല പറഞ്ഞു, ഫഹൽ യൻദുറൂന ഇല്ല അസ്സാഅ അൻ തഅതിയഹും ബഗ്തതൻ ഫഖദ് ജാഅ അശ്റാതുഹാ ഫഅന്നാ ലഹും ഇദാ ജാഅത്ഹും ദിക്റാഹും. അവർ അന്ത്യനാളിനെ അല്ലാതെ എന്തിനെയാണ് നോക്കി നിൽക്കുന്നത്? പെട്ടെന്നാണ് അത് സംഭവിക്കുക, പെട്ടെന്നായിരിക്കും ആ അന്ത്യനാൾ സംഭവിക്കുക. അപ്പോൾ അതാ അതിന്റെ അടയാളങ്ങൾ വന്നു കഴിഞ്ഞിട്ടുമുണ്ട്. ഫഖദ് ജാഅ അശ്റാതുഹാ, അതിന്റെ അടയാളങ്ങൾ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ അന്ത്യനാളുമായി ബന്ധപ്പെട്ട അടയാളങ്ങളെ 3 രൂപങ്ങളിൽ നമുക്ക് കാണാം. ഒന്ന്, അന്ത്യനാളിൽ നിന്ന് വിദൂരമായി ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞിട്ടുള്ള അടയാളങ്ങൾ. രണ്ടാമത്തേത്, അതിന്റെ മധ്യവുമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അടയാളങ്ങൾ. അതുപോലെ അന്ത്യനാളിനോട് ഏറ്റവും അടുത്ത് സംഭവിക്കുന്ന അടയാളങ്ങൾ. ഈ 3 തരത്തിലാണ്. ഒന്നാമത്തേത് അമാറാത്തുൻ ബഈദത്തുൻ, കഴിഞ്ഞുപോയിട്ടുള്ള അടയാളങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ചന്ദ്രൻ പിളർന്നതുപോലെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം തന്നെ അന്ത്യനാളിന്റെ ഒരു അടയാളമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇഖ്തറബത്തിസ് സാഅ വൻശഖൽ ഖമർ, അന്ത്യനാൾ അടുത്തിട്ടുണ്ട്, അതാ ചന്ദ്രൻ 2 പിളർപ്പായി പിളർന്നിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുഇസ്തു വഅന വസ്സാഅ കഹാതൈൻ, 2 വിരലുകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനും അന്ത്യനാളും ഇതാ ഇതുപോലെ അടുത്തിട്ടാണ് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗം തന്നെ അന്ത്യനാളിന്റെ അടയാളമാണ്. രണ്ടാമത്തേത് സഹോദരങ്ങളെ, മധ്യവുമായി നടക്കുന്ന ഇന്ന് നമ്മളെല്ലാം കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്ന അടയാളങ്ങളാണ്. അതിന് ഉലമാക്കൾ അലാമാത്തു സ്സാഅത്തി സുഗ്റാ, ചെറിയ അടയാളങ്ങൾ എന്ന് പറഞ്ഞത് കാണാം. ധാരാളം ഹദീസുകളിൽ ചെറിയ അടയാളങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്.
ഹദീസ് ജിബ്രീൽ അലൈഹിസ്സലാം അന്ത്യനാളിനെ കുറിച്ച് ചോദിക്കുകയും അന്ത്യനാളിന്റെ അടയാളങ്ങൾ എന്താണെന്ന് അറിയിച്ചു തരാൻ പറയുകയും ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൻതലിദൽ അമതു റബ്ബതഹാ, ഒരു അടിമപ്പെണ്ണ് അവളുടെ യജമാനത്തിയെ പ്രസവിക്കുന്നതാണ്. വഅൻ തറൽ ഹുഫാത്തൽ ഉറാത്തൽ ആലത റിആ അശ്ശാഇ യതതാവലൂന ഫിൽ ബുനിയാൻ, ആശ്ചര്യന്മാരായിട്ടുള്ള നഗ്നബാധരായിട്ടുള്ള ദരിദ്രരായിട്ടുള്ള ആളുകൾ വലിയ വലിയ നീളമുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ മത്സരിക്കുന്നത് അന്ത്യനാളിന്റെ അടയാളമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്ന മിൻ അശ്റാത്തിസ് സാഅ, അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് അയ്യുർഫൽ ഇൽം, ഇൽമ് ഉയർത്തപ്പെടും. ദീനിയായിട്ടുള്ള ശർഈയായിട്ടുള്ള ഇൽമ് അത് ഉയർത്തപ്പെടുന്ന അവസ്ഥയുണ്ടാകും. വയസ്ബുത്തൽ ജഹ്ൽ, ജഹ്ൽ എല്ലാവരിലും നിറയുന്ന അവസ്ഥയുണ്ടാകും. വയുശ്റബൽ ഖംർ, മദ്യം അത് ധാരാളമായി കുടിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും. വയബ്ഹറ സിന, വ്യഭിചാരം അത് പ്രകടമായി നടക്കുന്ന അവസ്ഥയിലെത്തും. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്ന ബൈന യദൈ അസ്സാഅ, അന്ത്യനാളിന് മുമ്പായി നടക്കുന്ന ചില കാര്യങ്ങൾ ലഅയ്യാമൻ യൻസിലു ഫീഹാൽ ജഹൽ, ജഹൽ ഇറങ്ങുന്ന കാലം വരും, ജഹൽ വ്യാപിക്കുന്ന. വയുർഫഉ ഫീഹാൽ ഇൽം, ഇൽമ് ഉയർത്തപ്പെടുന്ന ഒരു കാലം വരും. വയക്ഫുറു ഫീഹാ അൽ ഹറജ് വൽ ഹറജ് അൽ ഖത്ൽ, ഹറജ് വർദ്ധിക്കുമെന്ന് പറഞ്ഞു. ഹറജ് എന്നുള്ളത് കൊലപാതകം. കൊല്ലുന്നവൻ എന്തിനാണ് കൊല്ലുന്നത് എന്നറിയാതെ, കൊല്ലപ്പെടുന്നവൻ എന്തിനാണ് ഞാൻ കൊല്ലപ്പെട്ടത് എന്നറിയാത്ത രീതിയിൽ കൊലപാതകങ്ങൾ വ്യാപിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു ഹദീസിൽ ഇന്ന മിൻ അശ്റാത്തിസ് സാഅ, അന്ത്യനാളിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് അൽ ഫഹ്ശ വത്തഫഹുഷ്, മ്ലേച്ഛമായിട്ടുള്ള വ്യഭിചാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റി സംസാരിക്കുകയും അത് പ്രകടമായി ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥ. വഖതിഅത്തുൽ അർഹാം, കുടുംബബന്ധങ്ങൾ മുറിക്കുന്ന അവസ്ഥ. വഇഅ്തിമാനുൽ ഖായിൻ വതഖ്വീനുൽ അമീൻ, വിശ്വസ്തനെ വഞ്ചിക്കുകയും വഞ്ചിതനായിട്ടുള്ളവനെ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു കാലം വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മറ്റൊരു ഹദീസിൽ ഇന്ന ബൈന യദൈസ് സാഅ, അന്ത്യനാളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കാര്യങ്ങളിൽ തസ്ലീമുൽ ഖാസ്സ, പ്രത്യേകമായ ആളുകൾക്ക് മാത്രം ജനങ്ങൾ സലാം പറയുന്ന ഒരു കാലം വരും. പൊതുവായി മുസ്ലിമീങ്ങളോട് സലാം പറയുന്നത് മാറി ചില പ്രത്യേക ആളുകൾക്ക് മാത്രമായി മാറും. തിജാറത്ത്, കച്ചവടം അത് വ്യാപിക്കും. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുരുഷന്റെ ഭാര്യ അവളുടെ ഭർത്താവിനെ കച്ചവടത്തിൽ സഹായിക്കാൻ അങ്ങാടിയിൽ കച്ചവടത്തിലേക്ക് ഇറങ്ങുന്ന അവസ്ഥയുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി. ഇതുപോലെ ധാരാളം കാര്യങ്ങൾ ഹദീസുകളിൽ നമുക്ക് കാണാം. അന്ത്യനാളിനോട് അടുപ്പിച്ച് സംഭവിക്കുന്ന അല്ലെങ്കിൽ മധ്യമമായിട്ട് നടക്കുന്ന ചെറിയ അടയാളങ്ങൾ. മൂന്നാമത്തേത് അലാമത്തു സാഅത്തിൽ കുബ്ര, വലിയ അടയാളങ്ങളാണ്. അന്ത്യനാളിനോട് അടുപ്പിച്ച് നടക്കുന്ന വലിയ അടയാളങ്ങൾ. ഒരിക്കൽ ഹുദൈഫ ഇബ്നു അസീദ് അൽ ഗഫാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, സഹാബികൾ ഒരുമിച്ച് കൂട്ടിയിരുന്ന് ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുകയായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് ചോദിച്ചു മാ തദാക്കറൂൻ, നിങ്ങൾ എന്താണ് ഈ ചർച്ച ചെയ്യുന്നത്, എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ പറഞ്ഞു നദ്കുറു സാഅ, ഞങ്ങൾ അന്ത്യനാളിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു ഇന്നഹാ ലൻ തഖൂം ഹത്താ തറൗന ഖബ്ലഹാ 10 ആയാത്ത്, അന്ത്യനാളിന് മുമ്പായി 10 ദൃഷ്ടാന്തങ്ങൾ കാണാതെ ആ അന്ത്യനാൾ സംഭവിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു അദ്ദുഖാൻ, ആകാശത്ത് ഒരു പുകപടലങ്ങൾ ഉണ്ടാകുന്ന ഒരു അടയാളം. അതുപോലെ പറഞ്ഞു ദജ്ജാൽ പുറപ്പെടുന്നത്, വദാബത്തുൽ അർദ്, ഭൂമിയിൽ പ്രത്യേകമായി വരുന്ന ഒരു ജീവി, വതുലൂ അശ്ശംസി മിൻ മഗ്രിബിഹാ, സൂര്യൻ പടിഞ്ഞാറിൽ ഉദിക്കുക, വനുസൂല ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരിക, വയജൂജ് വമഅജൂജ്, യഅജൂജും മഅജൂജും പുറപ്പെടുക, വസലാസത ഖുസൂഫ്, ഭൂമിയിൽ ഉണ്ടാകുന്ന 3 ഗർത്തങ്ങൾ, ഖസ്ഫുൻ ബിൽ മശ്രിഖ്, മശ്രിഖിൽ 1, വഖസ്ഫുൻ ബിൽ മഗ്രിബ്, മഗ്രിബിൽ 1, വഖസ്ഫുൻ ബി ജസീറത്തിൽ അറബ്, അറബികളുടെ ജസീറത്തുൽ അറബുകളിലും ഒരു കാര്യമുണ്ടാകുമെന്ന് പറഞ്ഞു. വആഖിറു ദാലിക, അതിന്റെ അവസാനത്തിലുള്ളത് നാറുൻ തഖ്റുജു മിനൽ യമൻ തത്റുദു الناس ഇലാ മഹ്ശരിഹിം, യമനിൽ നിന്ന് പുറപ്പെടുന്ന ഒരു തീയാണ്. ആ തീ ജനങ്ങളെ അവരുടെ മഹ്ശറിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുമെന്ന് പറഞ്ഞു. അന്ത്യനാളിനോടനുബന്ധിച്ച് നടക്കുന്ന 10 വലിയ അടയാളങ്ങളാണിത്. സഹോദരങ്ങളെ, ഈ അടയാളങ്ങളിൽ ചിലത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരാളുടെ തൗബയ്ക്ക് സ്ഥാനമില്ല, പിന്നെ ഒരാളുടെ വിശ്വാസത്തിന് സ്ഥാനമില്ല. ഇത് കണ്ടതിന് ശേഷം വിശ്വസിച്ചതിന്റെ പേരിൽ അവനൊരു ഉപകാരവും ചെയ്യുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സലാസുൻ ഇദാ ഖറജന ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ ലം തകുൻ ആമനത് മിൻ ഖബ്ലു ഔ കസബത് ഫീ ഈമാനിഹാ ഖൈറാ. 3 കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ വിശ്വസിച്ചതുകൊണ്ട് അവനൊരു ഉപകാരവുമില്ല. മുൻപ് അവൻ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാതെ അത് ഉപകരിക്കില്ല. ഏതൊക്കെയാണ് 3 കാര്യങ്ങൾ? തുലൂ അശ്ശംസി മിൻ മഗ്രിബിഹാ,
പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ, ദജ്ജാൽ പുറപ്പെട്ടു കഴിഞ്ഞാൽ, ദാബത്തുൽ അർദ് വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്കറിയില്ല ഈ അടയാളങ്ങളിൽ മധ്യവുമായി നടക്കുന്ന അടയാളങ്ങളെല്ലാം നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. പെട്ടെന്നായിരിക്കും വലിയ അടയാളങ്ങളും അതുപോലെ തന്നെ അന്ത്യനാളും സംഭവിക്കുക. അതിനു മുമ്പായി തൗബയുടെ കവാടങ്ങൾ അടക്കപ്പെടുന്നതിന് മുമ്പായി അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും ആ ദിവസത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുകയും സൽക്കർമ്മങ്ങൾ മുന്നരിക്കുകയും ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده الصلاة والسلام على من لا نبي بعده عباد الله اتقوا الله. സഹോദരങ്ങളെ, അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ ഏറ്റവും ഭയാനകമായിട്ടുള്ളതും ഏറ്റവും വലിയ ഫിത്നയും ദജ്ജാലാണ്. മസീഹ് ദജ്ജാലിന്റെ പുറപ്പാടാണ്. ഒരു നബിയും മസീഹ് ദജ്ജാലിനെ കുറിച്ച് താക്കീത് നൽകാതെ ആ ഉമ്മത്തിനെ ഓർമ്മിപ്പിക്കാതെ കടന്നുപോയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ബൈന ഖൽഖി ആദം ഇലാ ഖിയാമിസ് സാഅ ഖൽഖുൻ അക്ബർ മിന ദജ്ജാൽ. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ സൃഷ്ടി മുതൽ അന്ത്യനാൾ വരെ ദജ്ജാലിനേക്കാൾ വലിയ ഫിത്നയുള്ള ഒരു സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. മറ്റൊരു ഹദീസിൽ, മാ ബുഇസ നബിയ്യുൻ ഇല്ലാ അൻദറ ഉമ്മതഹു അൽ-അഅ്വർ അൽ-കദ്ദാബ്. ഒരു നബിയും നിയോഗിക്കപ്പെട്ടിട്ടില്ല കള്ളനായിട്ടുള്ള ഒറ്റക്കണ്ണനായിട്ടുള്ള ദജ്ജാലിനെ കുറിച്ച് താക്കീത് ചെയ്യാതെ. അലാ ഇന്നഹു അഅ്വർ, നിങ്ങൾ അറിയുക അവൻ ഒറ്റക്കണ്ണനാണ്. വഇന്ന റബ്ബക്കും ലൈസ ബിഅഅ്വർ, നിങ്ങൾ റബ്ബ് ഒരിക്കലും ഒറ്റക്കണ്ണനല്ല. വഇന്ന ബൈന ഐനൈഹി മക്തൂബുൻ കാഫിർ, ദജ്ജാലിന്റെ രണ്ട് കണ്ണുകൾക്ക് നടുവിലായി കാഫിർ അല്ലെങ്കിൽ കഫറ എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഉഹദ്ദിസുക്കും ഹദീസൻ അനിദ് ദജ്ജാൽ മാ ഹദ്ദസ നബിയ്യുൻ ഖൗമഹു. ഒരു നബിയും ആ നബിയുടെ സമൂഹത്തിന് അറിയിക്കാത്ത ദജ്ജാലിനെ കുറിച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ അറിയിക്കട്ടെയോ. ഇന്നഹു അഅ്വർ, അവൻ ഒറ്റക്കണ്ണനാണ്. വഇന്നഹു യജീഉ മഅഹു ബിമിസാലിൽ ജന്നതി വന്നാർ, അവൻ വരുമ്പോൾ അവനോടൊപ്പം നരകവും സ്വർഗവും പോലെയുള്ള രണ്ട് കാര്യങ്ങൾ ഉണ്ടാകും. ഫല്ലതി യഖൂലു ഇന്നഹാ അൽ ജന്ന ഹിയ അന്നാർ, അവൻ സ്വർഗമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നരകമായിരിക്കും. വഇന്നി ഉംദിറുക്കും കമാ അൻദറ ബിഹി നൂഹുൻ ഖൗമഹു, നൂഹ് നബി അലൈഹിസ്സലാം ആദ്യത്തെ റസൂൽ നൂഹ് നബി അലൈഹിസ്സലാം അവിടുത്തെ സമൂഹത്തിനെ താക്കീത് ചെയ്തതുപോലെ ദജ്ജാലിനെ കുറിച്ച് ഞാനിതാ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു, താക്കീത് ചെയ്യുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് സഹോദരങ്ങളെ, എല്ലാ നിസ്കാരത്തിന്റെയും അവസാനത്തിൽ ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് തശഹുദിന്റെ അവസാനത്തിൽ നാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് രക്ഷ തേടുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഉറപ്പായിട്ടുള്ള ഒരു സംശയവുമില്ലാതെ ഈ ലോകത്ത് സംഭവിക്കാനിരിക്കുന്ന അന്ത്യനാൾ നാം സമ്പാദിച്ചതാവട്ടെ, ഈ ലോകത്ത് കെട്ടിപ്പടുത്തതാവട്ടെ, എന്തെല്ലാം കാര്യങ്ങളെല്ലാം തകർന്നടിഞ്ഞുകൊണ്ട് ഈ ഭൂമിയെ മറ്റൊരു രൂപത്തിലാക്കി മാറ്റിക്കൊണ്ട് വിചാരണയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ആ ദിവസം വിദൂരമല്ല. എപ്പോൾ വേണമെങ്കിലും അത് സംഭവിക്കാവുന്നതാണ്. അതിന്റെ അടയാളങ്ങൾ ധാരാളമായി സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ആ ദിവസത്തിന് വേണ്ടി ഒരുങ്ങുക, അതിനുവേണ്ടി തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദിവസത്തിൽ വിജയിക്കുന്ന ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.